പ്രൈസ് ദി ലോർഡ്. നമ്മളിന്ന് സഭയെ പറ്റി അരമണിക്കൂറേ നമുക്കുള്ളൂ. ചുരുങ്ങിയ രീതിയിൽ സഭയുടെ ചില പ്രത്യേകതകൾ സൂചിപ്പിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സഭയാണോ ബൈബിളാണോ ആദ്യം ഉണ്ടായത്? സഭയാണ് ആദ്യം ഉണ്ടായത്. സഭയിലാണ് ബൈബിൾ രൂപപ്പെട്ടത്. നമുക്കറിയാം, പഴയ നിയമ പുസ്തകങ്ങളെല്ലാം തന്നെ യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. മനുഷ്യരെഴുതിയ പുസ്തകങ്ങൾ അത് യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥമാണ്. ബൈബിൾ അല്ല, അത് യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥമാണ്. അത് യഹൂദരുടെ ലിഖിതങ്ങൾ, നിയമഗ്രന്ഥം, പ്രവാചകഗ്രന്ഥം എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നതാണ്. എന്നാൽ പുതിയ നിയമ ഗ്രന്ഥങ്ങളും കൂടെ ചേർത്ത് വിശുദ്ധ ബൈബിൾ രൂപപ്പെട്ടത് സഭയുണ്ടായി നാളുകൾക്ക് ശേഷമാണ് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ എന്നാണ് സഭയുണ്ടായത് എന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ യേശുവും അവൻ്റെ ശിഷ്യന്മാരും കൂടെ ചേർന്ന് രൂപപ്പെടുത്തിയ കൂട്ടായ്മയെ, അതിൻ്റെ പിന്തുടർച്ചയെ നമുക്ക് സഭ എന്ന് കരുതാം. സഭ എന്ന വാക്ക് ചേർച്ച് എന്നാണ് ഇംഗ്ലീഷിൽ. ചേർച്ച് എന്ന ഇംഗ്ലീഷ് വാക്കുണ്ടായത് ഗ്രീക്ക് ഭാഷയിലെ എക്ലേസിയ എന്നുള്ള വാക്കിൽ നിന്നാണ്. എക്ലേസിയ അത് മാറ്റി നിർത്തപ്പെട്ടവരാണ്, വിളിച്ചു ചേർക്കപ്പെട്ടവരുടെ കൂട്ടത്തെയാണ് അങ്ങനെ പറഞ്ഞത്. ഒരുപാട് പേരുണ്ടായിരുന്നു. അവരിത് കുറച്ചു പേരെ വിളിച്ചു, എടതാൻ ഇങ്ങോട്ട് വാ, മത്തായി നീ ഇങ്ങോട്ട് വാ, യോഹന്നാൻ ഇങ്ങോട്ട് വാ. അങ്ങനെ ഏതാനും പേരെ വിളിച്ച് മാറ്റി നിർത്തി. അങ്ങനെ മാറ്റി നിർത്തി ചേർത്ത് നിർത്തപ്പെട്ടവരുടെ കൂട്ടായ്മയ്ക്കാണ് എക്ലേസിയ എന്ന് പറയുന്നത്. നമ്മൾ ആ വാക്ക് ഇപ്പോഴും ഉപയോഗിക്കും. എക്ലേസിയാസ്റ്റിക്കൽ എന്ന വാക്കൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നു. സഭാപരമായ, സഭാത്മകമായ എന്നൊക്കെയാണ് അർത്ഥം. എക്ലേസിയാസ്റ്റിക്കൽ ഗ്രീക്ക് വാക്ക്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ സഭ രൂപപ്പെട്ടു. എങ്കിലും നമ്മൾ ഔദ്യോഗികമായ ഒരു ഉദ്ഘാടനം, ഒരു ആരംഭം എന്ന് സഭയെ പറ്റി പറയുന്നത് ഏത് ദിവസമാണ്? സഭയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തപ്പെട്ട ദിവസം? പെന്തക്കോസ്താ തിരുനാൾ. പെന്തക്കോസ്താ തിരുനാൾ ദിവസമാണ് പത്രോസ് ശ്ലീഹ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു, അല്ലേ? വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ ഭാഷക്കാരായ മനുഷ്യരവിടെ ഉണ്ടായിരുന്നു, തിരുനാളിന് വന്നവർ. അപ്പൊ അവരെല്ലാവരും താന്താങ്ങളുടെ രീതിയിൽ അവർക്ക് മനസ്സിലായി, അവരുടെ ഭാഷയിൽ അവർക്കത് മനസ്സിലായിരുന്നതാണ്. അങ്ങനെ 3000-ഓളം പേര് സ്നാനപ്പെട്ടു, വിശ്വാസം സ്വീകരിച്ചു എന്നും അതാണ് സഭയുടെ ഔദ്യോഗികമായ ഒരു ആരംഭം എന്നും നമ്മൾ പറയുന്നു. യേശുവിൻ്റെ കാലത്ത് അനൗദ്യോഗികമായിട്ട് തുടങ്ങി എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. യേശു ഒരു മതം ഉണ്ടാക്കിയിട്ടില്ല. യേശു ഒരു മതസ്ഥാപകൻ അല്ല. യേശു ഒരു മത നേതാവ് അല്ല. യേശു ഒരു ജീവിത ശൈലി, ഒരു ജീവിത ദർശനം നമ്മളുമായിട്ട് പങ്കുവെച്ചു. ആ ദർശനം ഉൾക്കൊണ്ടവരും സ്വീകരിച്ചവരും അവനോട് ചേർന്ന് നിന്നവരും കൂടെ ചേർന്ന് ഉണ്ടാകുന്നതാണ് സഭ. മതം ഉണ്ടാക്കിയിട്ടുണ്ട്, സഭ രൂപപ്പെട്ടിട്ടുണ്ട്. യേശുവിനോട് ചേർന്നിരുന്നവരുടെ കൂട്ടായ്മ എന്ന പേരിൽ സഭ രൂപപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മതം ഉണ്ടായിട്ടില്ല. അപ്പോൾ ക്രിസ്തീയത ഔദ്യോഗികമായി ആരംഭിച്ചത് പെന്തക്കോസ്താ തിരുനാൾ ദിവസമാണ്. അന്ന് എല്ലാവരും, പരസ്പരം അറിയാത്തവർ, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിവിധ ദേശക്കാർ എല്ലാവരും യേശുക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചത് ഉൾക്കൊണ്ടു, സ്വീകരിച്ചു, സ്നാനപ്പെട്ടു, വിശ്വാസികളുടെ കൂട്ടായ്മയായി രൂപപ്പെട്ടു. അപ്പൊ കത്തോലിക്കാ സഭയുടെ എല്ലാ പ്രത്യേകതകളും അന്ന് അതിനകത്തുണ്ട്. എന്താണ് പ്രത്യേകത? സാർവത്രികമാണ് എന്നുള്ള പ്രത്യേകത.
അത് യഹൂദർക്ക് വേണ്ടി മാത്രം ഉണ്ടായതല്ല, ഗ്രീക്കുകാർക്ക് വേണ്ടി മാത്രം ഉണ്ടായതല്ല, അടിമകൾക്ക് വേണ്ടി മാത്രം ഉണ്ടായതല്ല, മുതലാളിമാർക്ക് വേണ്ടി മാത്രം ഉണ്ടായതല്ല, യൂറോപ്യൻസിന് വേണ്ടി മാത്രം ഉണ്ടായതല്ല, റോമാക്കാർക്ക് വേണ്ടി മാത്രം ഉണ്ടായതല്ല. ഇതിൽ റോമാക്കാരും ഈജിപ്തുകാരും ഫിനീഷ്യക്കാരും സിറിയക്കാരും അങ്ങനെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ലോകത്തിന്റെ അതിർത്തികൾ വരെ പ്രഘോഷിക്കപ്പെടേണ്ട സുവിശേഷത്തോട് ചേർന്നിരിക്കുന്നവരെല്ലാവരും ഇതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സഭയെ ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ളതായിട്ട് നമുക്ക് ഒതുക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ഇന്നത്തെ ഈ ഒരു അല്പസമയത്തെ ഒരു ചർച്ചയിലും ഒരു സംഭാഷണത്തിലും സഭയുടെ പ്രത്യേകതകളാണ് പറയാനുള്ളത്. നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ 4 പ്രത്യേകത എന്നല്ല പറയുന്ന മാർക്സ് ഓഫ് ദി ചർച്ച് എന്ന് പറയുന്നത് ഐഡന്റിറ്റി, സഭയുടെ തനിമ, പ്രത്യേകത എന്താണ്? 4 നമ്മൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റിയിടുന്നുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? സഭ അറിയാൻ പാടില്ല. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് സഭയുടെ 4 marks of the church, 4 peculiarities of the church. ഈ 4 പ്രത്യേകതകൾ, പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീൽ എന്നാ പറഞ്ഞത്. നമുക്കറിയാം, നമ്മൾ സീൽ കുത്താണ്. അപ്പൊ എൻ്റെ സീൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒപ്പാണ്, അത് എൻ്റെ തനിമ, ഞാൻ മാത്രം എനിക്കുള്ള പ്രത്യേകത. ഒരു സ്ഥാപനത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ സീലാണ്. അതേപോലെ കത്തോലിക്ക സഭയുടെ സീൽ എന്ന് പറയുന്നത് ഈ 4 പ്രത്യേകതകൾ. സഭ ഏകമാണ്, വിശുദ്ധമാണ്, സാർവത്രികമാണ്, അപ്പസ്തോലികമാണ്. ഈ 4 പ്രത്യേകതകളാണ് സഭയ്ക്കുള്ളത്. ഈ 4 പ്രത്യേകതകൾ എന്ന് മുതൽ ഉണ്ടായതാണെന്ന് അറിയാവോ? വിശ്വാസ പ്രമാണം ആദ്യം മുതൽ രൂപപ്പെട്ടത് മുതലുള്ളതാണ് ഇത്. ഏറ്റവും ആദ്യം നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലിയത് AD 325 അതാണ് ആദ്യത്തെ നിഖ്യ സൂനഹദോസ് എന്ന് മലയാളത്തിൽ പറയുന്നത്. നൈസയൻ കൗൺസിൽ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ നൈസിയ എന്ന് പറയുന്ന സ്ഥലത്ത്, മലയാളത്തിലാണെങ്കിൽ നിഖ്യ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കൂടിയ സൂനഹദോസിൽ എല്ലാവരും കൂടെ ചേർന്ന് ചിട്ടപ്പെടുത്തിയ, രൂപപ്പെടുത്തി, ഒരുമിച്ച് പ്രഘോഷിക്കുവാനായിട്ട് അക്ഷരങ്ങളായിട്ട് ചിട്ടപ്പെടുത്തിയ വിശ്വാസ പ്രമാണമാണ് നൈസിയൻ ക്രീഡ്, നിഖ്യ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. ആ ഏറ്റവും ആദ്യം രൂപപ്പെട്ട വിശ്വാസ പ്രമാണത്തിൽ തന്നെ സഭയുടെ ഈ 4 പ്രത്യേകതകളുമുണ്ട്. ഏകമാണ്, വിശുദ്ധമാണ്, സാർവത്രികമാണ്, അപ്പോസ്തലികമാണ്. അതിൽ ഒന്നാമത്തെ പ്രത്യേകത സഭ ഏകമാണ് എന്നുള്ളതാണ്. I believe in one holy Catholic Apostolic Church. Church is holy. വിശുദ്ധമാണ്. സഭ വിശുദ്ധമാണെന്ന് പറയാനൊരു കാര്യം എന്താ? ഈ കാലഘട്ടത്തിൽ മനുഷ്യരോട് സഭ വിശുദ്ധമാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കൂ? കാരണം എല്ലാവിധ പാപങ്ങളുടെ പേരിലും ഇപ്പോൾ സഭ ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, സഭയുടെ പ്രതിനിധികൾ എന്ന് പറയുന്നവർ ചെയ്യുന്ന പാപങ്ങളും അല്ലെങ്കിൽ അവിടെ മേൽ ആരോപിക്കപ്പെടുന്ന പാപങ്ങളാണ്, തിന്മകളാണ് കൂടുതൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്, കൂടുതൽ വായിക്കപ്പെടുന്നത്, കേൾക്കപ്പെടുന്നത്, കാണപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തോട് കത്തോലിക്ക സഭ വിശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു തരുന്നു. നമ്മളാരും വിശുദ്ധരല്ലതാണ്. പിന്നെ എന്താണ് കത്തോലിക്ക സഭ വിശുദ്ധമാണ് എന്ന് പറയാൻ കാര്യം? കത്തോലിക്ക ഈ 4 പ്രത്യേകതകളും കത്തോലിക്ക സഭ തനിയെ ഉണ്ടാക്കിയതല്ല, മാർപ്പാപ്പ ഉണ്ടാക്കി വെച്ചതല്ല. ഇത് യേശു ക്രിസ്തു രൂപപ്പെടുത്തിയതാണ്, നൽകിയതാണ്. സഭ വിശുദ്ധമാണ് അല്ലെങ്കിൽ സഭ ഏകമാണ് എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവാണ് ഈ ഒരു കൂട്ടായ്മയെ രൂപപ്പെടുത്തിയത്, ശിഷ്യന്റെ കൂട്ടായ്മ. ആ കൂട്ടായ്മയാണ് മറ്റുള്ളവരെ ശേഖരിച്ചത്. അപ്പോസ്തലന്മാരാകുന്ന അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തു രൂപപ്പെടുത്തിയതാണ് സഭ. അപ്പൊ സഭ ഏകമാണ്. വൺ എന്ന് പറയുമ്പോഴും ഹോളി എന്ന് പറയുമ്പോഴും മനസ്സിലാക്കുക, സഭ രൂപപ്പെടുത്തിയവൻ ഒരുവനാണ്.
ദൈവം. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ആദ്യം നമ്മൾ പറയുന്നത് എന്താണ്? ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന, ഏക ദൈവപുത്രനിൽ വിശ്വസിക്കുന്ന, ത്രിത്വൈക ദൈവത്തിൽ വിശ്വസിക്കുന്ന, യേശുക്രിസ്തു വെളിപ്പെടുത്തി തന്ന ദർശനങ്ങളെ സ്വീകരിക്കുന്ന ഒരു കുടുംബമാണ് സഭ. AD 325 ഈ വിശ്വാസ പ്രമാണം ഉണ്ടാകുമ്പോൾ 100,000 സഭകളില്ല. അന്ന് പ്രൊട്ടസ്റ്റന്റ് സഭകളില്ല, പെന്തക്കോസ്തുകാരില്ല, ആംഗ്ലിക്കൻസ് ഇല്ല, ഒരു 100,000 സഭകളുമില്ല. ഒരു സഭ മാത്രമേ ഉള്ളൂ അപ്പോസ്തലിക അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്ത കാത്തലിക് ചർച്ച്. അതുകൊണ്ടും കൂടിയാണ് അന്ന് ഏകമായ സഭയെന്ന് പറയുന്നതിൽ യാതൊരു കുഴപ്പമില്ല. പിന്നീട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് യേശുക്രിസ്തുവിന്റെ പേരിലും അധികാരത്തിന്റെ പേരിലും സമ്പത്തിന്റെ പേരിലും വിശ്വാസത്തിന്റെ പേരിലും വ്യത്യസ്തങ്ങളായ വിശ്വാസത്തിന്റെ പേരിലുമൊക്കെ എല്ലാം സഭയിൽ തന്നെ ഓരോ ഗ്രൂപ്പുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ഒരുപാട് പേര് മാറിക്കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മളുടെ മദർ ചർച്ച് നിലനിൽക്കുന്നു. അതാണ് കാത്തലിക് ചർച്ച്, മദർ ചർച്ച്. ഈ സഭയിൽ നിന്നാണ് പ്രൊട്ടസ്റ്റന്റുകാർ വിരിഞ്ഞത്, പെന്തക്കോസ്തക്കാർ വിരിഞ്ഞത്, ആംഗ്ലിക്കൻസ് വിരിഞ്ഞത്. അങ്ങനെ എന്തെല്ലാം സഭകൾ, ക്രിസ്തീയ സഭകൾ ലോകത്തുണ്ടായിട്ടുണ്ടോ ആ സഭകളെല്ലാം പിരിഞ്ഞത് അല്ലെങ്കിൽ രൂപപ്പെട്ടത് ഈ സഭയിൽ നിന്ന് അടർന്നു മാറിയാണ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സഭയെ രൂപപ്പെടുത്തിയവൻ ഏകനാണ് ക്രിസ്തു. ക്രിസ്തു ഒറ്റ കുടുംബമാണ്, ഒരാളും ഒരിടയനുമാണ് അവിടുന്ന് രൂപപ്പെടുത്തിയത്. അവിടെ നിന്ന് മാറി ഒരു ഗ്രൂപ്പിനെ ക്രിസ്തു രൂപപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പരമ്പരാഗതമായി AD 325 മുതൽ ഇന്നുവരെ നമ്മൾ പ്രഘോഷിക്കുന്നു ഏകമായ സഭ. ഈ ഏകതയിലേക്കാണ് എല്ലാവരും വിളിക്കപ്പെട്ടത്. ഒന്നായിട്ട് ഒരു ആട്ടിൻ പറ്റം. അപ്പോസ്തലനായ യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായം മുഴുവൻ നിങ്ങൾ വായിച്ചോളൂ. ഇതാണ് എല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടിയിട്ട് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിന്റെ ചിത്രം. എല്ലാവരും ഒന്നായിരിക്കാൻ. എഫേസ്യർക്കാർക്ക് ലേഖനത്തിൽ, ഗലാത്യർക്ക് ലേഖനത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾ നൽകപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം എന്തിനാണ്? അവൻ്റെ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെ പണിതുയർത്താൻ വേണ്ടിയിട്ടാണ്. കഴിവുകൾ വ്യത്യസ്തമാണ്, അറിവ് വ്യത്യസ്തമാണ്, അനുഭവം വ്യത്യസ്തമാണ്, കൃപകൾ വ്യത്യസ്തമാണ്, വരങ്ങളിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഇതെല്ലാം ക്രിസ്തുവിൻ്റെ ശരീരമായ ഒറ്റ ശരീരമാണ്. ആ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ പണിതുയർത്തുവാൻ വേണ്ടിയുള്ളതാണ്. പല പല സഭകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ക്രിസ്തുവിൻ്റെ ഏക ശരീരമായ സഭയെ പണിതുയർത്തുവാൻ വേണ്ടിയിട്ടാണ് വ്യത്യസ്തങ്ങളായ കൃപകൾ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഇതാണ് സഭ ഏകമെന്ന് പറഞ്ഞത്. രണ്ടാമത്തേത്, സഭ വിശുദ്ധമാണ്. വിശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, സഭയെ ഉണ്ടാക്കിയവൻ ദൈവമാണ്, വിശുദ്ധനാണ്. വിശുദ്ധിയിലേക്കാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധീകരണ ശുശ്രൂഷയിലാണ് സഭയിൽ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ സഭയെ വിശുദ്ധം എന്ന് പറയുന്നു, വിശുദ്ധമായതാണ് എന്ന് പറയുന്നു. ആദിമ സഭയിലെ വിശ്വാസികൾ പരസ്പരം സംബോധന ചെയ്യുന്നത് എന്തെന്നാണ്? ബ്രദറെ എന്നാണ് വിളിച്ചത്. എന്താണ് വിളിച്ചത്? ആദിമസഭയിലെ വിശ്വാസികൾ പരസ്പരം എന്താണ് സംബോധന ചെയ്യുന്നത്? വിശുദ്ധർ എന്നാ പറഞ്ഞത്. വിശുദ്ധർ. അപ്പൊ ഈ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് സഭയുടെ അംഗങ്ങൾ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ചില ലേഖനങ്ങൾ പറയുന്നത്, ഫിലാഡൽഫിയയിലെ വിശുദ്ധർക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞിട്ടൊക്കെ ചില ലേഖനങ്ങളൊക്കെ ആരംഭിക്കും. അപ്പൊ വിശുദ്ധർ എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ സഭയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടവരെയാണ് വിശുദ്ധരെന്ന് പറയുന്നത്. കാരണം ഒരു വിശുദ്ധ കൂട്ടായ്മയിലേക്ക് വിശുദ്ധീകരണ കർമ്മത്തിലൂടെ വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവർക്ക് പറയുന്ന പേരായിരുന്നു വിശുദ്ധ. അതുകൊണ്ട് സഭ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതാണ്, വിശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ളതാണ്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത് തിരുവചനം പറയുന്നില്ലേ? അപ്പൊ ഈ വിശുദ്ധീകരണം സഭയിലൂടെ നടക്കുന്നത് കൊണ്ടും വിശുദ്ധനായവൻ രൂപപ്പെടുത്തിയത് കൊണ്ടും ദൈവത്തിന്റെ പരിശുദ്ധിയിൽ പങ്കുചേരാനായിട്ട് സഭയിലൂടെ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടും നമ്മൾ സഭയെ
വിശുദ്ധം എന്ന് പറയും. രണ്ട് പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. സഭ ഏകമാണ്, സഭ വിശുദ്ധമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവായ ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് രൂപപ്പെടുത്തിയ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ഏക സഭയാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. വിശുദ്ധ സഭയാണെന്ന് ഏറ്റുപറയുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിൽ വിശ്വസിക്കുവാൻ, അഭിമാനിക്കുവാൻ, പ്രഘോഷിക്കുവാൻ കൃപ ചെയ്യണമേ. ആമേൻ. സഭയുടെ മൂന്നാമത്തെ പ്രത്യേകത നമുക്കറിയാം. ഏകമാണ്, വിശുദ്ധമാണ്, സാർവത്രികമാണ്. കാത്തലിക്, വൺ ഹോളി കാത്തലിക്. നമ്മുടെ മലയാളത്തിൽ കത്തോലിക്ക എന്ന് വരും. കത്തോലിക്ക എന്ന വാക്കിന്റെ അർത്ഥം, കാത്തലിക് എന്ന വാക്കിന്റെ അർത്ഥം സാർവത്രികം എന്നാണ്, യൂണിവേഴ്സൽ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ സാർവത്രിക സഭ. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചായിരുന്നു, പത്രോസ് ആദ്യത്തെ പ്രസംഗം നടത്തുമ്പോൾ അവിടെ കേട്ടിരുന്ന മനുഷ്യർ വിവിധ രാജ്യക്കാരായ, ഭാഷക്കാരായ, വേഷങ്ങളുള്ള മനുഷ്യരവിടെ ഉണ്ട്. അതാണ് സാർവത്രികത, അതാണ് യൂണിവേഴ്സാലിറ്റി ഓഫ് ചർച്ച്. കത്തോലിക്ക സഭ കേരളത്തിൽ മാത്രമുള്ളതല്ല, ഇന്ത്യയിൽ മാത്രമുള്ളതല്ല, പാകിസ്ഥാൻകാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, യൂറോപ്പുകാർക്ക് മാത്രമുള്ളതല്ല. ഇത് ലോകം മുഴുവനുമുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ വാർത്തയാണ് യേശു. അപ്പൊ സകല മനുഷ്യരോടും പ്രഘോഷിക്കപ്പെടേണ്ട സുവിശേഷമാണ് ക്രിസ്തുവിൻ്റെത്. സകല മനുഷ്യർക്കും ഇടമുള്ള കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. അത് വലിയവനും ചെറിയവനും, മുതലാളിയും തൊഴിലാളിയും, കറുത്തവനും വെളുത്തവനും എല്ലാവർക്കും ഇടമുള്ള ഇടമാണ്, കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. അതുകൊണ്ട് കത്തോലിക്ക സഭയെ കാത്തലിക് എന്ന് പറയുന്നു. യൂണിവേഴ്സൽ, ആഗോളം എന്നൊക്കെ പറയും. ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന, എല്ലാ രാജ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ ഭാഷകളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ ജാതികളെയും ഉൾക്കൊള്ളുന്ന, പാപികളെയും പുണ്യവാന്മാരെയും ഒക്കെ ഉൾക്കൊള്ളുന്ന, വിശ്വാസികളെയും വിശ്വാസമില്ലാത്തവരെയും ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരെയും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് കത്തോലിക്ക സഭ. അതിൽ രക്ഷിക്കപ്പെട്ട 3-4 പേർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുകയാണ് അതിലേക്ക്. അതുകൊണ്ടാണ് സഭ കാത്തലിക് എന്ന് പറയുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് കത്തോലിക്ക സഭയിൽ, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കത്തോലിക്ക സഭ. ഈ കത്തോലിക്ക, നമ്മുടെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം നോക്കണം, നമ്മുടെ റോമൻ കത്തോലിക്ക സഭ. എന്നാൽ ഈ റോമൻ കത്തോലിക്ക സഭ എന്നതാണ്, റോം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, റോമാണ് അതിന്റെ കേന്ദ്രം അല്ലെ, സെന്റർ ഓഫ് ദ കാത്തലിക് ചർച്ച് അല്ലെ. കത്തോലിക്ക സഭയുടെ കേന്ദ്രം റോമാണ്. പത്രോസ് അപ്പോസ്തലന്റെ നേതൃത്വത്തിൽ ആദ്യകാലങ്ങളിൽ തന്നെ സെന്ററായി രൂപപ്പെട്ടത് റോമാണ്. അതിന്റെ കാരണം എന്താണ്? ആദിമ സഭയിൽ വിശ്വാസികൾ രൂപപ്പെടുന്ന സമയത്ത് നമ്മുടെ യേശുവിൻ്റെ പ്രദേശങ്ങളെല്ലാം, യൂദയ, യെരുശലേം, ബെത്ലഹേം എല്ലാം ഭരിച്ചുകൊണ്ടിരുന്നത് റോമാക്കാരായിരുന്നു. റോമൻ ചക്രവർത്തിയുടെ കൊട്ടാരം റോമിൽ. അപ്പോൾ റോം കേന്ദ്രീകൃതമായ ഒരു സഭയാണ് രൂപപ്പെട്ടത്. റോമിലെ ഭാഷ ഏതാണ്? റോമിലെ ഭാഷ എന്താണ്? ഹലോ, റോമിലെ ഭാഷ എന്താണ്? കേരളത്തിന്റെ ഭാഷ എന്താണ്? മലയാളം. അതേപോലെ റോമിലെ ഭാഷ എന്തായിരുന്നു? ഇന്നത്തെ കാര്യമില്ല, അന്നത്തെ കാര്യമില്ല. അന്ന് സഭ രൂപപ്പെട്ട സമയത്ത്, അല്ലെങ്കിൽ നീറോ ചക്രവർത്തിയും സീസർമാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് റോമിന്റെ ഔദ്യോഗികമായ ഭാഷ എന്താണ്? ലാറ്റിൻ ഭാഷ. അപ്പൊ റോമിൽ രൂപപ്പെട്ടതാണ്, റോമിൽ നിന്നും വ്യാപിച്ചതാണ് സഭ. അപ്പൊ റോമിൽ അവരൊരുമിച്ച് ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചു? ലത്തീൻ ഭാഷയിൽ പ്രാർത്ഥിച്ചു. ലത്തീൻ ഭാഷയിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷ നൽകി. ലത്തീൻ ഭാഷയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. അങ്ങനെ ലത്തീൻ ഭാഷയിലുള്ള
വിശ്വാസവും പ്രാർത്ഥനയും ആരാധനയും എവിടെയൊക്കെ പ്രചരിച്ചുവോ അതിനാണ് ലത്തീൻ റീത്ത് അല്ലെങ്കിൽ റോമൻ ചർച്ച് എന്ന് പറയുന്നത്. നമ്മൾ റോമൻ കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. കത്തോലിക്ക സഭയിൽ ഇതിൻ്റെ കൂടെ സഭാചരിത്രവും കൂടെ പറഞ്ഞോട്ടെ. കത്തോലിക്ക സഭ 24 റീത്തുകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. ഈ കത്തോലിക്ക സഭയിൽ 24 റീത്തുകളിൽ 97% റോമൻ കത്തോലിക്ക സഭയാണ്, അല്ലെങ്കിൽ ലത്തീൻ കത്തോലിക്ക സഭയാണ്. റോമൻ കത്തോലിക്ക സഭ, ലത്തീൻ കത്തോലിക്ക എന്ന് പറയാൻ കാര്യം മലയാളികളും കേരളീയരും എന്ന് പറയുന്നത് പോലെ, മലയാളികൾ എന്ന് പറഞ്ഞാൽ മലയാളം സംസാരിക്കുന്നു, കേരളീയർ എന്ന് പറഞ്ഞാൽ കേരളം എന്ന് പറഞ്ഞ പ്രദേശത്ത് വസിക്കുന്നു. അതുപോലെ റോമാക്കാരൻ എന്ന് പറഞ്ഞാൽ റോം എന്ന് പറയുന്ന പ്രദേശത്ത് വസിക്കുന്നു. ലാറ്റിൻസ് എന്ന് പറഞ്ഞാൽ റോമിലെ ഭാഷയായ ലത്തീൻ സംസാരിക്കുന്നത്. അതാണ് റോമൻ കത്തോലിക്ക സഭയും ലത്തീൻ കത്തോലിക്ക സഭയും ഒറ്റ പേര് തന്നെയാണ്. കേരളീയരും മലയാളികളും എന്ന് പറയുന്നത് പോലെ റോമൻ കാത്തലിക്കും ലാറ്റിൻ കാത്തലിക്കും ഒരു വിഭാഗത്തിന് പറയുന്ന പേരാണ്. അപ്പൊ ഈ റോമൻ കത്തോലിക്ക അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലെ 97% വരുന്നത് റോമൻ കത്തോലിക്കരാണ്. ലത്തീൻ ഭാഷയിലെ ആരാധനാക്രമം സ്വീകരിക്കുന്നവരും പ്രചരിക്കുന്നവരും. ബാക്കി 23 സ്വതന്ത്ര സഭകളുണ്ട്. പാശ്ചാത്യ സഭയെന്നും പൗരസ്ത്യ സഭയെന്നും പറയുന്നു. പൗരസ്ത്യ സഭയ്ക്ക് പറയുന്ന പേരാണ് റോമൻ കത്തോലിക്ക സഭ. പൗരസ്ത്യ സഭയ്ക്ക്, കിഴക്കിന്റെ സഭയ്ക്ക് സഭയിൽ 23 സ്വതന്ത്ര സഭകൾ ഉണ്ട്. ആ 23 സ്വതന്ത്ര സഭകളിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഉള്ളത് 2 എണ്ണമാണ്. ഒന്ന് സീറോ മലബാർ ചർച്ച്, 2 സീറോ മലങ്കര ചർച്ച്. അപ്പൊ സീറോ മലബാർ ചർച്ചും സീറോ മലങ്കര ചർച്ചും കത്തോലിക്ക സഭയുടെ ഭാഗമാണ്. എന്നാൽ റോമൻ കത്തോലിക്ക സഭ അല്ല. റോമൻ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ലത്തീൻ ഭാഷയിലുള്ള വിശ്വാസവും പ്രമാണവും ആരാധനക്രമവും ഒക്കെ ഉണ്ട്. ബാക്കി 23 23 വ്യക്തമായ വ്യതിരിക്തമായ ആരാധനാക്രമങ്ങളും വിശ്വാസവും നേതൃത്വവും ഒക്കെയുണ്ട്. റോമൻ കത്തോലിക്ക സഭയുടെ കേന്ദ്രം റോമിലെ വത്തിക്കാനാണ്, പാപ്പയാണ്. എങ്കിൽ സീറോ മലബാർ സഭയുടെ കേന്ദ്രം എറണാകുളത്ത് മൗണ്ട് സെന്റ് തോമസ് ആണ്. അതിൻ്റെ ഇടയൻ കർദിനാളാണ്. അതുപോലെ തന്നെ സീറോ മലങ്കര സഭയുടെ കേന്ദ്രം ലോകത്തിലെ അതിൻ്റെ കേന്ദ്രം തിരുവനന്തപുരമാണ്. സീറോ മലബാർ സഭയുടെ ലോകത്തിലെ അതിൻ്റെ കേന്ദ്രം എറണാകുളം ആണ്. റോമൻ കത്തോലിക്ക സഭയുടെ കേന്ദ്രം റോമാണ്, വത്തിക്കാനാണ്. അതിൻ്റെ ഇടയൻ ഫ്രാൻസിസ് പാപ്പയാണ്. ഇതാണ് സഭ. അപ്പൊ നമ്മൾ പറഞ്ഞു സഭ ഏകമാണ്, വിശുദ്ധമാണ്, സാർവത്രികമാണ്. ഈ സാർവത്രിക സഭയുടെ ഉള്ളിലെ കൂട്ടായ്മയുടെ കാര്യമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ഇനി അടുത്തത് ഏകമാണ്, വിശുദ്ധമാണ്, സാർവത്രികമാണ്, അപ്പസ്തോലികമാണ് എന്നുള്ളതാണ് സഭ. അപ്പസ്തോലിക പാരമ്പര്യമുള്ള, അപ്പസ്തോലികമായ അടിത്തറയും ചരിത്രവും അവകാശപ്പെടുന്ന ഒരു സഭ മാത്രമേ ലോകത്തിലുള്ളൂ. അത് കത്തോലിക്ക സഭയാണ്. യേശുവിൻ്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഇടമുറിയാത്ത ചരിത്രം അവകാശപ്പെടുന്ന ഒരു സഭാകൂട്ടായ്മ, ഏക സഭാകൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. അപ്പോസ്തലന്മാരാകുന്ന അടിസ്ഥാനത്തിൽ ക്രിസ്തു രൂപപ്പെടുത്തിയതാണ് നമ്മളുടെ സഭയെ. യേശുക്രിസ്തുവിനും ശിഷ്യന്മാർക്കും അല്ലെങ്കിൽ ആഗോള കത്തോലിക്ക സഭ രൂപപ്പെട്ടതിനും നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇതര സഭകൾ ഓരോരുത്തരായിട്ട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ തെറ്റിപ്പിരിഞ്ഞു പോയി വേറെ സഭ ഉണ്ടാക്കുന്നത് എന്നൊക്കെ അറിയാം. പെന്തക്കോസ്ത് സഭകളുടെ കാര്യം പറയാനാണെങ്കിലും ആയിരക്കണക്കിന് പെന്തക്കോസ്ത് സഭകളാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ we belong to one holy Catholic Apostolic Church. അപ്പസ്തോലിക പിന്തുടർച്ചയുള്ള ഏക സഭ. അപ്പോസ്തലന്മാരാൽ സ്ഥാപിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരാകുന്ന അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ടത്, അപ്പോസ്തലന്മാരാൽ പ്രചരിപ്പിക്കപ്പെട്ടത്, അപ്പോസ്തലിക പിന്തുടർച്ചയുള്ളത്.
കാര്യങ്ങളാണ് അപ്പോസ്തലിക് ചർച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോസ്തലന്മാരാകുന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെട്ടത്, അപ്പോസ്തലന്മാരാൽ പ്രചരിപ്പിക്കപ്പെട്ടത്, അപ്പസ്തോലിക പിന്തുടർച്ച ഉള്ളത്. ഇതാണ് അപ്പോസ്തോലിക് സഭ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രൂപപ്പെടുത്തിയ സഭ ഏകമാണ്, വിശുദ്ധമാണ്, സാർവത്രികമാണ്, അപ്പോസ്തോലിക പാരമ്പര്യമുള്ളത്. നമ്മൾ സഭ അപ്പോസ്തോലിക പാരമ്പര്യം ഫ്രാൻസിസ് പത്രോസ്ലീഹായുടെ കാലം മുതൽ 264 പാപ്പ ചരിത്രം, മുറിയപ്പെടാത്ത ചരിത്രം. യേശുക്രിസ്തു ചരിത്ര പുരുഷനാണ്, ഒരു ഐതിഹ്യമല്ല. രാമനെയും ശ്രീകൃഷ്ണനെയൊക്കെ പോലെ ഒരു ഐതിഹ്യ പുരുഷനല്ല. ക്രിസ്തു ചരിത്ര പുരുഷനാണ്. അപ്പോസ്തലന്മാർ ചരിത്ര പുരുഷന്മാരാണ്. ആ ചരിത്രത്തിൽ നിന്ന് പിൻഗാമി കയ്യൊപ്പ് ശുശ്രൂഷയിലൂടെ അടുത്ത ആളെ ചുമതലപ്പെടുത്തി പിന്തുടർച്ച അങ്ങനെ 264 ആള്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സ്ഥാപനമാണ്, ഇന്നും നിലനിൽക്കുന്ന കെട്ടുറപ്പുള്ള വിശ്വാസ പ്രമാണമുള്ള ഏക സ്ഥാപനം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയാണ്. 2000 വർഷത്തിനപ്പുറമുള്ള ഒരു സ്ഥാപനവും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ലോകത്തിൽ നിലനിൽക്കുന്നില്ല. ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന 2000 വർഷങ്ങൾക്കപ്പുറം ചരിത്രമുള്ള പിന്തുടർച്ചയുള്ള ഏക കൂട്ടായ്മ, സഭ, സംഘടന എന്ന് പറയുന്നത് കത്തോലിക്ക സഭയാണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു. ഇതാണ് സഭയുടെ നാമധേയം. ഏകമാണ്, വിശുദ്ധമാണ്, സാർവത്രികമാണ്, അപ്പോസ്തലികമാണ്. അപ്പോസ്തലിക പിന്തുടർച്ച പ്രൊട്ടസ്റ്റന്റ് സഭയ്ക്കില്ല, പെന്തക്കോസ്ത് സഭയ്ക്കില്ല, ആംഗ്ലിക്കൻ സഭയ്ക്കില്ല, ഒരു സഭയ്ക്കും ഇല്ല. അപ്പോസ്തലന്മാരുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട്. അപ്പൊ ഈ ക്രിസ്തുവിൻ്റെ ഈ സഭയിൽ അംഗമാകുന്നതിൽ അഭിമാനമുണ്ടാവണം. യേശു ക്രിസ്തുവിന്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള ഈ 2000 വർഷങ്ങളുടെ ചരിത്രവും ഭാരവും ഒക്കെയുള്ള ഈ സഭയിലാണ് നമ്മൾ. ഒരുപാട് വർഷം പ്രായമുള്ള, ഒരുപാട് വർഷം ചരിത്രമുള്ള ഒരു തറവാടിന്റെ ഭാഗമാണ് നമ്മൾ. ഈ പുതുതായി രൂപപ്പെടുത്തിയ വീട് നോക്കുമ്പോഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവും, അല്ലേ? പുതിയ വീടാണ്, പുതിയ തലമുറയിലെ ആൾക്കാർക്ക് വേണ്ടി മനോഹരമായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന വീട് നമുക്കതിന് ഇഷ്ടം തോന്നും. എന്നാൽ ഓർക്കുക, നമ്മൾ ഈ വീട് പണിതിട്ട് ഇപ്പോൾ 2020 വർഷം കഴിഞ്ഞു. നമ്മളുടെ ഈ തറവാട് ഉണ്ടാക്കിയിട്ട് 2020 വർഷം കഴിഞ്ഞു. ഇത്രയും ചരിത്രമുള്ള, ഇത്രയും പാരമ്പര്യമുള്ള കോടിക്കണക്കിന് മനുഷ്യർ ജീവിച്ച് കടന്നുപോയ അനേകം മനുഷ്യരും വിശുദ്ധരും രക്തം ചിന്തിയവരും ഒക്കെയുള്ള പാരമ്പര്യവും ചരിത്രവും പേറുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് നമ്മൾ. ഒരുപാട് മനുഷ്യർ ഈ സഭയ്ക്ക് വേണ്ടി രക്തം ചിന്തിയിട്ടുണ്ട്. ഒരുപാട് പേര് ജീവിതം വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് മൃഗങ്ങളുടെ സിംഹത്തിന്റെ കൂട്ടിലേക്ക് എറിയപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേര് വാളിനെയാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കത്തിക്കപ്പെട്ടത് ഇവരുടെ വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ. ഏറ്റവും കൂടുതൽ മനുഷ്യർ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ സഭയിലെ വിശ്വാസികളാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കത്തോലിക്ക സഭയിലെ മനുഷ്യരാണ്. ഇന്നും ലോകത്തെ ഏതെങ്കിലും മതവിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനികളാണ്. ഇന്നും മനുഷ്യർ മതമർദ്ദനം കൊണ്ട് മരിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനികളാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കുക. So feel proud of being a Christian. Feel proud of being a Catholic. നീ രക്ഷിക്കപ്പെടാൻ മാത്രമല്ല, രക്ഷിക്കപ്പെടാൻ സാധ്യതയില്ലാത്തവരും നിന്റെ കൂടെ ഉണ്ട്. പാപികളുടെ കൂട്ടായ്മയാണ്, ബലഹീനതയുടെ കൂട്ടായ്മയാണ്, എന്നാൽ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരുടെ കൂട്ടായ്മയാണ്. ദൈവത്തിന്റെ പരിശുദ്ധിയിൽ പങ്കുചേരാനായി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിന്റെ വിശുദ്ധീകരണ പ്രക്രിയ ഉള്ള കൂദാശകൾ പരികർമ്മം ചെയ്യപ്പെടുന്ന ഭവനമാണ് നമ്മളുടെ സഭ. ഈ കൂദാശകൾ പരികർമ്മം ചെയ്യപ്പെടുന്നത് ഹോളി എന്നുള്ള ഭാഗത്തിൽ നമ്മൾ പറയുന്നതാണ് 7 കൂദാശകൾ. ഇതെല്ലാം വിശുദ്ധീകരണ കൂദാശയാണ്. ജ്ഞാനസ്നാനം, തൈലേപനം, കുംഭസാരം, എല്ലാ കൂദാശകളും വിശുദ്ധീകരണത്തിന്റെ കൂദാശയാണ്. എല്ലാ കൂദാശകളിലും പാപമോചനം സംഭവിക്കുന്നുണ്ട്.
എല്ലാ കൂദാശകളിലും നമ്മളെ ദൈവത്തിന്റെ മകളായി എടുത്തുയർത്തപ്പെടുന്നുണ്ട്. സാന്നിധ്യമായി, അസ്തിത്വമായി, നമ്മുടെ മുമ്പിലുള്ള സത്താപരമായ സത്യമായിട്ടുള്ള സാന്നിധ്യമായി അംഗീകരിക്കുന്നതാണ് കത്തോലിക്ക സഭയുടെ പ്രത്യേകതകൾ കണ്ടുവന്നത്. ദിവ്യകാരുണ്യത്തിലുള്ള നമ്മളുടെ വിശ്വാസവും പരിശുദ്ധ കന്യാമറിയത്തിൽ നമ്മൾ കൊടുക്കുന്ന പ്രത്യേക സ്ഥാനം, ഇതാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസം. ഈ വിശ്വാസം നിങ്ങൾ ഒരുപാട് പേര് പറയുന്നില്ലേ, കത്തോലിക്ക സഭ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, വിഗ്രഹാരാധിക്കുന്ന മറ്റേതാണ്, ഈ സഭാവിരുദ്ധമായ അല്ലെങ്കിൽ ബൈബിൾ വിരുദ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സഭയാണ്. എൻ്റെ സ്നേഹമുള്ളവരെ, ഈ കത്തോലിക്ക സഭയിലൂടെ ആയിരക്കണക്കിന് മനുഷ്യർ ഈ വിശ്വാസം ജീവിച്ച് വിശുദ്ധരായി തീർന്നിട്ടുണ്ട്. മദർ തെരേസ ഈ ജപമാല ചൊല്ലി ദിവ്യകാരുണ്യ ആരാധന നടത്തിയും വിശുദ്ധമായ ജീവിതം നയിച്ച ആയിരക്കണക്കിന് പാവപ്പെട്ടവരെ ശുശ്രൂഷിച്ചിട്ടുണ്ട് കത്തോലിക്ക സഭയിൽ. അതുകൊണ്ട് സഭയുടെ കുറ്റം പറഞ്ഞുകൊണ്ടും മെത്രാന്റെ കുറ്റം പറഞ്ഞുകൊണ്ടും അച്ഛന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടും നിങ്ങൾക്ക് സഭ മോശമാണ്, തെറ്റമാണ്, കൊള്ളാത്തതാണെന്ന് പറയാനാവില്ല. ആയിരക്കണക്കിന് മനുഷ്യർ ഈ സഭയിൽ രക്തം ചിന്തിയിട്ടുണ്ട്, വിശുദ്ധരായിട്ടുള്ളവരുണ്ട്. ഈ സഭയിൽ നിന്നുകൊണ്ടാണ് ഒരുപാട് പേര് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കൊടുത്തത്. വിശുദ്ധ ഡാവി, മാക്സിമിലിയൻ കോട്ടെ, അങ്ങനെ എത്രയോ വിശുദ്ധരാണ് ഉള്ളത് ഈ സഭയ്ക്കുള്ളത്. അപ്പൊ വിശുദ്ധിയോടുകൂടി ജീവിക്കാനായിട്ട് ഈ സഭയിൽ ജപമാല ചൊല്ലിയാലും ദിവ്യകാരുണ്യം ആരാധിച്ചാലും സാധിക്കുമെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. എന്തെല്ലാം ഇതിന്റെ കുറവുകളും പോരായ്മകളും ചരിത്രപത്രത്തിൽ ഇത്രയും വർഷത്തെ ഭാണ്ഡമുണ്ടെങ്കിൽ പോലും, പഴമയുണ്ടെങ്കിൽ പോലും, പൗരാണികമുണ്ടെങ്കിൽ പോലും ഇതൊക്കെ അഭിമാനമായിട്ട് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. സഭയ്ക്ക് അതേപോലെ തന്നെ ചില പരിമിതികളുണ്ട്. നമ്മുടെ വീട്ടിൽ പ്രായമായ ഒരു അപ്പാപ്പനുണ്ടെന്ന് വിചാരിക്കുക. അപ്പാപ്പന് 110 വയസ്സായി നമ്മുടെ വീട്ടിലുണ്ട്. നമ്മുടെ മകൻ ചെയ്യുന്ന പോലെ കമ്പ്യൂട്ടറിൽ കളിക്കാനും മൊബൈൽ കുത്താനും ഈ പ്രായമായ അപ്പാപ്പന് അറിയാവും, അപ്പാപ്പന് അറിയില്ല. നമ്മൾ പഠിച്ച ശാസ്ത്രം ഈ അപ്പാപ്പൻ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. നമ്മുടെ അപ്പാപ്പന് അന്നത്തെ കാര്യം മാത്രമേ അറിയാവുള്ളൂ. കത്തോലിക്ക സഭയിലും ഇതുപോലെ തന്നെയാണ്. 2000 വർഷം മുമ്പുള്ള ചരിത്രവും പാരമ്പര്യവും ഇന്നും നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ നൽകിയ ജീവിത മാതൃക ഇന്നും നമ്മൾ പ്രഘോഷിക്കുന്നുണ്ട്. അന്ന് വിശുദ്ധർ ഉപവസിച്ചു, മുട്ടുകുത്തി നിന്നു, ത്യാഗം ചെയ്തു, രക്തം വിയർത്തു. ഇന്നും നമ്മളതിനെ മഹത്തരമായിട്ട് പ്രഘോഷിക്കുന്നു. പുതിയ വീടുണ്ടാക്കിയവരെന്ന് പറയും, അതിൻ്റെ ആവശ്യത്തിൽ ഹൃദയത്തിന്. ഇതാണ് ഈ പാരമ്പര്യമുള്ള ചരിത്രമുള്ളവരും ചരിത്രമില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ചരിത്രമില്ലാത്തവരൊരു കുഴപ്പമില്ല, അവൻ എന്ത് തീരുമാനം വേണമെങ്കിലും പറയാം. അപ്പനുള്ളവന് അപ്പനെ മാനിക്കണം, അപ്പാപ്പനുള്ളവന് അപ്പാപ്പനെ മാനിക്കണം. ഇതിൻ്റെ അകത്ത് മാറി നിൽക്കുന്നവർക്ക് അപ്പനെ മാനിക്കേണ്ട, അപ്പാപ്പനെ മാനിക്കണം. അവന് തോന്നിയ രീതിയിൽ വചനം പ്രഘോഷിക്കാം, വ്യാഖ്യാനിക്കാം. ഇതാണ് കത്തോലിക്ക സഭയും മറ്റ് സഭകളും തമ്മിലുള്ള വ്യത്യാസം. സോ എൻ്റെ സമയമാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് നമ്മുടെ സഭയിൽ അഭിമാനം, വി ഷുഡ് ഫീൽ പ്രൗഡ്. ഒരു കാര്യം കൂടെ പറഞ്ഞത്, എൻ്റെ ഒരു സുഹൃത്ത് ഒരു 3 വർഷം മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ഒരു വൈദികനാണ്. അദ്ദേഹം ഒരു 3 വർഷം മുമ്പ് സഭയിൽ നിന്ന് വിട്ടു. സഭയിൽ നിന്ന് മാറി 1 വർഷം അദ്ദേഹം വീട്ടും പരിസരത്തായിട്ട് താമസിച്ചു. പിന്നെ അദ്ദേഹം കല്യാണം കഴിച്ചു. വിവാഹം കഴിച്ചപ്പോൾ ഒരു കുട്ടിയുണ്ട്. കഴിഞ്ഞ നവംബർ, ഈ കഴിഞ്ഞ മാസം എന്നെ കാണാനായിട്ട് വന്നൊരു കുട്ടിയുണ്ട്. ഒരു 2-3 ദിവസം എൻ്റെ കൂടെ ഇട്ടാണ്. അദ്ദേഹം രൂപതാ വൈദികനാണ്. ആ ബിഷപ്പുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസമൊക്കെ വന്ന് അങ്ങനെ മാറിപ്പോയതാണ് അദ്ദേഹത്തിന്. നല്ലൊരു വചന പ്രഘോഷമൊക്കെ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം പോയ ശേഷം ഏറ്റവും കൂടുതൽ ഇവർ വിളിക്കുന്ന ആരാണെന്നറിയാവോ? സഭാവിരോധികൾ, സഭയെ തകർക്കാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും ആദ്യം അദ്ദേഹത്തിന് കിട്ടിയ ഓഫർ 3 ലക്ഷം രൂപ. കത്തോലിക്ക സഭയെ കുറ്റം പറഞ്ഞെന്നാൽ തന്റെ മെത്രാന് എതിരെ താങ്കൾ പബ്ലിക്കായിട്ട് സംസാരിച്ചാൽ 3 ലക്ഷം രൂപ ചെക്കുമായിട്ട് കാണാമെന്നേക്കുക. ജോർജ് വീഡിയോ പ്രവർത്തനത്തിന്റെ വില കേട്ടിട്ടുണ്ടാവും, നമ്മളുടെയൊക്കെ പരിസരത്തൊക്കെ പ്രവർത്തിക്കുന്നു. 3 ലക്ഷം രൂപ തന്റെ മെത്രാനെതിരെ പ്രസംഗിക്കുകയാണെങ്കിൽ, സഭയ്ക്കെതിരെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ എല്ലാവരും വിശ്വസിക്കുക. കാരണം എന്താ? നിങ്ങൾ വർഷങ്ങളോളം കത്തോലിക്ക സഭയിൽ പുരോഹിതനായിട്ടുണ്ടായിരുന്ന ആളാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മാധ്യമങ്ങൾ ഏറ്റെടുക്കും, ഒരുപാട് മനുഷ്യർ കേൾക്കും, ഒരുപാട് മനുഷ്യർ സഭയെ വിമർശിക്കും, കുറ്റപ്പെടുത്തും.
അപ്പോൾ നോക്കിയേ, ഇപ്പോൾ സഭയെ വിമർശിക്കുന്നവർക്ക് എന്തുമാത്രം പൊട്ടപ്പടി കിട്ടുന്നുണ്ടായിരിക്കുമെന്ന് എന്റെ കൂട്ടുകാരൻ. അപ്പൊ പൊട്ടപ്പടി കിട്ടും. സഭയെ വിമർശിക്കുകയാണെങ്കിൽ കൈയടിക്കാൻ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ കൈയടിച്ചത് സഭയെ വേണ്ടിയിട്ട് കൈയടിച്ചത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ സഭയെ വിമർശിക്കുന്നവരുടെ കൂടെ നിൽക്കുവാനായിട്ട് ഒരുപാട് പേരുണ്ട്. സഭയെ വിമർശിക്കുന്നവർക്ക് ലൈക്കും ഷെയറും കൊടുക്കുവാനായിട്ട് ഒരുപാട് പേരുണ്ട്. സഭയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സഭാംഗങ്ങൾ പോലും ഇല്ലാത്തതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ അവസ്ഥ. ഈ സഭ എന്റെ സഭയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഇഷ്ടപ്പെടുവാൻ, അതിനെ പങ്കുവയ്ക്കുവാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആളില്ല. എന്നിട്ടിപ്പോൾ എന്താ, അഭയ കേസ് വന്നപ്പോഴത്തേക്കും ക്രിസ്ത്യാനികളല്ലാത്തവരും ദൈവവിശ്വാസമില്ലാത്തവരും മാധ്യമങ്ങളിലൂടെ സഭയെ സപ്പോർട്ട് ചെയ്യുന്ന ചരിത്രത്തിൽ കണ്ടില്ലേ? സഭയ്ക്ക് വേണ്ടിയിട്ട് ക്രിസ്ത്യാനികളല്ലാത്തവരും ദൈവവിശ്വാസമില്ലാത്തവരും സഭയ്ക്ക് വേണ്ടിയിട്ട് സത്യം വിളിച്ചു പറയുന്ന സാഹചര്യം ദൈവമുണ്ടാക്കിയില്ലേ? ക്രിസ്ത്യാനികളും കത്തോലിക്കലും ഒക്കെ മൗനം പാലിച്ച് മാറി നിന്നപ്പോൾ, അപമാനം സഹിച്ചുകൊണ്ട് സഭയെ കുറ്റപ്പെടുത്തി അഭിമാനിച്ചപ്പോൾ, അക്രൈസ്തവരായിട്ടുള്ളവർ സത്യം വിളിച്ചു പറഞ്ഞു പറയുന്ന വർത്തമാന കാലഘട്ടത്തിലാണ് പ്രിയമുള്ളവരെ നമ്മൾ Praise the Lord. Praise the Lord. Hallelujah. Be proud that you belong to Catholic Church. നിങ്ങൾ സഭയിൽ അഭിമാനിക്കണമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറവുകളൊന്നുമില്ല എന്നല്ല. സഭയിൽ കുറവുകളുണ്ട്, ഇന്നല്ല ഇന്നലെയല്ല, ഇതിന്റെ ആരംഭം മുതലുണ്ട്. സഭയുടെ ആരംഭം മുതലുണ്ട് അഭിപ്രായ വ്യത്യാസം. പത്രോസും പൗലോസും എന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. യേശു രൂപപ്പെടുത്തിയവൻ ഒരുവൻ വഞ്ചകനായിരുന്നു. യേശു 12 പേരെ വിളിച്ചിട്ട് ഒരുവനെ മാനസാന്തരപ്പെടി ശരിയാക്കാനായിട്ട് പറ്റിയില്ല. അന്നേ സഭയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന 12 പേരിൽ ഒരുവൻ ചതിയനും വഞ്ചകനുമായിരുന്നില്ലേ? അപ്പൊ സഭയ്ക്ക് കളങ്കമേൽക്കുന്നത് 2020-ലും 2021-ലും ഒന്നുമല്ല. ഇത് 1-ാം നൂറ്റാണ്ടുകളിൽ യേശു ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ കൂട്ടായ്മയ്ക്ക് കളങ്കം ഉണ്ടായി. അന്ന് മുതൽ ഇങ്ങോട്ട് സഭയിൽ കളങ്കിതരുണ്ട്, സഭയിൽ തെറ്റ് ചെയ്യുന്നവരുണ്ട്, കുറവുകളുണ്ട്. എന്തെല്ലാം ഉണ്ടെങ്കിൽ പോലും സഭ വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. സഭയുടെ എല്ലാ കാര്യങ്ങളും, വചനം പ്രഘോഷിക്കുന്നതും ഉദാസകളെ പരികർമ്മം ചെയ്യുന്നതും സഭയുടെ ദർശനവും എല്ലാം വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്, നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ നന്മ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പാളിച്ചകളുണ്ടാകും, ബലഹീനതകളുണ്ടാകും, ഇടർച്ചകളുണ്ടാകും, തകർച്ചകളുണ്ടാകാം. നമ്മുടെ ഭാഗത്തു നിന്ന് വരാം, മറ്റുള്ളവരുടെ ഭാഗത്ത് ഇങ്ങോട്ടും വരാം, പീഡനങ്ങളുണ്ടാകാം. ഇതെല്ലാം സഭയുടെ ഉള്ളിൽ നിന്നുകൊണ്ടാകാം, പുറത്തുനിന്ന്. ഇതെല്ലാം ഉണ്ടായാലും സഭ ഇങ്ങനെ സ്വർഗത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കും. സഭ തീർത്ഥാടക സഭയാണ്. സ്വർഗം നോക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇതാണ് കത്തോലിക്ക സഭ. So feel proud that you belong to Roman Catholic Church. You belong to Catholic Church. ഇത് നമ്മളുടെ അമ്മയാണ്, നമ്മളുടെ സ്നേഹമാണ്, നമ്മളുടെ കുടുംബം. കത്തോലിക്ക സഭ നമ്മളുടെ കുടുംബം. ഈ കുടുംബത്തിൻ്റെ, ഈ ലോകത്തിലെ നാഥനാണ് ഫ്രാൻസിസ് പാപ്പ. ഫ്രാൻസിസ് പാപ്പ ലോകത്തെ മുഴുവൻ ധാർമ്മികത കൊടുക്കുന്നത്, ധാർമ്മികത മൂല്യങ്ങൾ കൊടുക്കുന്നത്. ഇന്നും പാപ്പായുടെ ആ ഒരു ശബ്ദത്തിന് വേണ്ടി എത്രയോ രാജ്യങ്ങൾ വാർത്തകളൊക്കെ ആകുന്നു. അതാണ് കത്തോലിക്ക സഭ. വേറെ ഏത് മത നേതാവാണ് ഇതേപോലുള്ളത്? വേറെ ഏത് സഭാ നേതാവാണ് ഇതേപോലുള്ളത്? ഫ്രാൻസിസ് പാപ്പ നമ്മളുടെ ഈ ലോകത്തിലെ നമ്മളുടെ നേതാവാണ്, നമ്മളുടെ പ്രതിനിധിയാണ്, നമ്മളുടെ ദർശനമാണ്. നമ്മൾ മുറിയെ പിടിക്കേണ്ട ആനുകാലിക ക്രൈസ്തവ ദർശനമാണ് പാപ്പ നമ്മളുടെ മുമ്പിൽ ഓരോ ദിവസവും അവതരിപ്പിക്കുന്നത്. ഓരോ വിശുദ്ധ കുർബാനയും അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യം, സമാധാനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ഒക്കെ സാന്നിധ്യമായി പാപ്പ ഇത്രയുമാണ് കത്തോലിക്ക സഭയ്ക്കുള്ള ഊഴി കഴിക്കാനുള്ള സമയമൊക്കെ ആയതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഇന്ന് ഇവിടെ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നിങ്ങളോട് സഭയെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ബൈബിള് അല്ല, ഇത് സഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ
പറയണമെന്ന് മോനിച്ചൻ ബ്രദർ ഇങ്ങനെ സൂചിപ്പിച്ചതുകൊണ്ടാണ് സഭയിലെ ചില പ്രത്യേകതകൾ ഈ ഒരു കൂട്ടായ്മയിൽ അവതരിപ്പിക്കാനായിട്ട് കാര്യം. സാധാരണ പള്ളി പ്രസംഗങ്ങളിലോ ധ്യാന പ്രസംഗങ്ങളിലോ ഇങ്ങനെയുള്ള ചില പ്രത്യേകതകൾ അറിയിക്കാറില്ല. അപ്പം നിങ്ങൾ ഒരു ടീമാണ്, നിരന്തരമായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. ഒരു വിശ്വാസ പരിശീലനത്തിൻ്റെ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിരന്തരമായിട്ട് ഒരുമിച്ച് കൊടുക്കുന്നു. ഒരു പഠിപ്പിക്കലിൻ്റെ കാറ്റഗീസസിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഒരു ശുശ്രൂഷ നിർവഹിച്ചത്. എന്നെ കേട്ടിരുന്ന എന്നെ വിളിച്ച് എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു.